ഇത് പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രം. ഷഠാധാര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രം. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽപ്പെട്ട പാവുമ്പ വില്ലേജിൽ മണപ്പള്ളി വടക്കാണ് പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്നും വരുന്നവർക്ക് വവ്വാക്കാവിൽ ബസ്സിറങ്ങി 7 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. എറണാകുളം ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഓച്ചിറയിൽ ബസ്സിറങ്ങി ഓച്ചിറ പാവുമ്പ റൂട്ടിൽ 13 കിലോമീറ്റർ യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഭഗവത് സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഏറെക്കാലം വിസ്മൃതിയിൽ ആണ്ടുപോയ ഈ പുണ്യഭൂമിയിലെ ഈശ്വര ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തജനങ്ങൾ ഇന്ന് ആത്മസമർപ്പണത്തിനായി ഈ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തെക്കുറിച്ച് ഇന്നാട്ടുകാർക്ക് പറയാനുള്ളത് പാവുമ്പ പ്രദേശവുമായി ബന്ധപ്പെട്ട ചില കഥകളാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാവുമ്പ മണപ്പള്ളി വടക്ക് പ്രദേശത്തിലെ വയലുകളും കാവുകളും ഒരു കാലത്ത് പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളോളം ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് തലമുറകളായി പറഞ്ഞു കേൾക്കുന്ന കഥകളല്ലാതെ ചരിത്രരേഖകളിലോ മറ്റ് ഗ്രന്ഥങ്ങളിലോ യാതൊന്നും പരാമർശിച്ച് കാണുന്നില്ല. പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിലെ പ്രധാന ദേവൻ കിരാതമൂർത്തിയായ ഭഗവാൻ പരമശിവൻ കിഴക്കോട്ട് ദർശനമായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു. അന്നപൂർണേശ്വരിയായ ശ്രീ പാർവതിയും കിഴക്കോട്ട് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. പ്രധാന ഉപദേവതയായ ശ്രീ പാവുമ്പ കാളി വടക്ക് ദർശനമായി കുടികൊള്ളുന്നു. പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചുര പ്രചാരം നേടിയ ഒരു കഥ
ഉപദേവതയായ ശ്രീ പാവുമ്പ കാളിയെക്കുറിച്ചുള്ളതാണ്. പാവുമ്പ പ്രദേശത്ത് ജീവിച്ചിരുന്ന കുറവ സമുദായത്തിൽപ്പെട്ട യുവതിക്ക് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്ന ബ്രാഹ്മണ യുവാവുമായി ഉണ്ടായിരുന്ന അനുരാഗത്തിന്റെ കഥയാണത്. ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ നടമാടിയിരുന്ന അക്കാലത്ത് കുറവ സമുദായക്കാരിയായ കാളിയുടെയും ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ബ്രാഹ്മണ യുവാവിന്റെയും പ്രണയത്തിന് നിരവധി പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു. എന്നാൽ പ്രതിബന്ധങ്ങൾ അവരുടെ ബന്ധത്തെ ദൃഢമാക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ കാളി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ബ്രാഹ്മണ യുവാവ് ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവന് നേരിട്ട ദുരന്തവും തനിക്ക് നേരെ തുടർന്നു പോന്ന ഉപദ്രവങ്ങളും കാളിയെ ഏറെ ദുഃഖിപ്പിച്ചു. സ്വദേശത്ത് സ്വസ്ഥമായി ജീവിക്കുക അസാധ്യമായപ്പോൾ ആ യുവതി ആരുമറിയാതെ നാടുവിട്ടു. ആറന്മുളയിൽ വച്ച് അരിവാൾ കൊണ്ട് കഴുത്തറുത്ത് കാളി ആത്മഹത്യ ചെയ്തു. ക്ഷേത്രത്തിലെ പ്രധാന ദേവതകളായ കിരാതമൂർത്തിയെക്കുറിച്ചും അന്നപൂർണേശ്വരിയെക്കുറിച്ചും പ്രബലമായ ഐതിഹ്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഐശ്വര്യക്ഷയം സംഭവിച്ച് ജീർണാവസ്ഥയിൽ കിടന്ന ശ്രീ മഹാക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ആരാണെന്ന് പിൽക്കാലത്ത് അഷ്ടമംഗല ദേവപ്രശ്നത്തിലൂടെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. പുനഃപ്രതിഷ്ഠ നടത്തി ക്ഷേത്രം ആരാധനായോഗ്യമാക്കിയത്. ശില്പാലങ്കൃതമായ ചുറ്റമ്പലമാണ് പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത. പുരാണ കഥകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട 300-ൽ പരം ശില്പങ്ങൾ ചുറ്റമ്പലത്തെ അലങ്കരിക്കുന്നു. വിവിധ മൂർത്തിഭാവങ്ങളിലായി ഭഗവാൻ പരമശിവൻ, ശ്രീ പാർവതി, മഹാവിഷ്ണു തുടങ്ങിയ ദേവന്മാരെയും രാമായണ കഥയിലെ പ്രധാനമായ ഏടുകളും ശില്പഭംഗിയോടെ കൊത്തിവച്ചിരിക്കുകയാണിവിടെ. പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തെ അലങ്കരിക്കുന്ന ശില്പങ്ങൾ കാണാൻ തന്നെ ധാരാളം പേർ എത്തിച്ചേരുന്നുണ്ട്. പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിലെ തന്ത്രാവകാശം ഹരിപ്പാട്ട് പടിഞ്ഞാറേ പുല്ലാമൊഴി ഇല്ലത്തിനാണ്. പ്രധാന കോവിലുകളിലെ ശാന്തിക്കാർ ഓരോ മാസവും പരസ്പരം മാറിയാണ് പൂജ ചെയ്തു വരുന്നത്. അന്നപൂർണേശ്വരിയായ ശ്രീപാർവതിക്ക് സർവ്വ ഐശ്വര്യ പൂജയും നാരങ്ങ വിളക്കും പൗർണമി പൂജയും നടത്തിവരുന്നു. എല്ലാ മലയാള മാസത്തിലെയും 2ാം ശനിയാഴ്ചകളിൽ അഭീഷ്ടസിദ്ധിക്കായി സർവ്വ ഐശ്വര്യ പൂജ നടത്തിവരുന്നു. മകരമാസത്തിലെ ആദ്യ ഞായറാഴ്ച വിശേഷാൽ ചടങ്ങായി നടത്തിവരുന്ന മകരപ്പൊങ്കലിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്നു. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറ്റ് കഴിഞ്ഞ് 10 ദിവസം പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിൽ ഉത്സവമാണ്. അത്തം നാളിൽ തിരു ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. പ്രധാന ഉപദേവതയായ ശ്രീ പാവുമ്പ കാളിക്ക് കാളീദോഷ പരിഹാരത്തിനായി കൊങ്കി, പട്ട്, കരിവള, കോഴി, വിത്ത്, അടുക്ക് എന്നിവ നേർച്ചയായി ഭക്തജനങ്ങൾ അർപ്പിക്കുന്നു. ശ്രീ പാവുമ്പ കാളിയെ കൂടാതെ ശ്രീ ശാസ്താവും നാഗരാജാവും മഹാഗണപതിയും നാഗയക്ഷിയും ബ്രഹ്മരക്ഷസും കല്ലേലിൽ അപ്പുപ്പനുമാണ് പറമ്പത്തുകുളങ്ങര ശ്രീ മഹാക്ഷേത്രത്തിൽ പ്രധാന ഉപദേവതമാർ.
അഭീഷ്ടവരദായകരായ കിരാതമൂർത്തിയും അന്നപൂർണേശ്വരിയും ശ്രീ പാവുബ കാളിയും ഭക്തജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും